ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടി തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനെ വലിച്ചു താഴെയിടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എല്ലാവരും പാനിക്കാണ്. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാത്തത്? ഇവർ വെറുതെ അമ്പലവും പറഞ്ഞ് മതവും പറഞ്ഞ് നടക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഈ ചെറുപ്പക്കാർ സ്ഥാപിച്ചെടുത്തു. ഇത് സെൻട്രൽ ഗവൺമെന്റിനെ മൊത്തം ഇളക്കിയിരിക്കുകയാണ്. ഗവൺമെന്റ് ഇതിനെ ആദ്യം ഒന്ന് നിരോധിച്ചു നോക്കി, നടക്കുന്നില്ല. അവർ കമ്പ്യൂട്ടർ പഠിച്ച പിള്ളേരല്ലേ, അവരാഞ്ഞടിക്കുന്നു. അവർക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്, എങ്ങനെ അതിനെ ഓവർകം ചെയ്യാമെന്നുള്ളത്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് പ്രതിഫലിക്കും. കോക്രോച്ച് പാർട്ടിയുടെ സ്ഥാപകൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു വ്യക്തിയും ഇയാളുടെ കൂടെയുള്ള ചെറുപ്പക്കാരും വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വാർത്തകൾ എത്തിക്കും. ഇത്രയും കാലം ഈ പാർട്ടി ചെയ്തുകൊണ്ടിരുന്നതിനെയൊക്കെ അവർ പുറത്തു കൊണ്ടുവരും, യാതൊരു സംശയം വേണ്ട. ഒരു 40 വയസ്സിന് മേൽ പ്രായമുള്ളവർക്കൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കാം VP സിംഗ്, വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന കോൺഗ്രസ്സുകാരൻ എങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. അന്ന് രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ കുറെ സഹപാഠികളെ, അതായത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച കുറെ പേരെ വിളിച്ച് മന്ത്രിയാക്കി, ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ. അവർക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ലായിരുന്നു. യുവന്മാരെല്ലാം കൂടെ ഇന്ത്യയെ ഇട്ട് തകർത്തു മറിച്ചു, ഉഴുതുമറിച്ചു എന്ന് വേണേൽ പറയാം. അങ്ങനെ ആ സമയത്ത് ചില കൈക്കൂലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് പുറത്തു കാണിച്ചു. രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റിനെ വലിച്ചു താഴെയിട്ടു. അടുത്ത ഇലക്ഷനിൽ ശ്രീ VP സിംഗ് പ്രധാനമന്ത്രിയായി. വിക്കിപീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ ആ VP സിംഗ് പ്രധാനമന്ത്രി ആയതിനോടാണ് ഇപ്പോഴത്തെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഉയർച്ചയെ കണക്ട് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതിന് മുമ്പേ ആവർത്തിക്കുന്നു, ഈ കോക്രോച്ച് ജനതാ പാർട്ടി BJPക്ക് ബദലായ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി ആകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരുടെ ഈ മൂവ്മെന്റ്, ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ മറ്റുള്ള പാർട്ടികളിലും തീർച്ചയായിട്ടും ചില മാറ്റങ്ങളൊക്കെ വരുത്തും. അത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഏത് പാർട്ടി, ഏത് ലോക്കൽ പാർട്ടി ആയിക്കോട്ടെ, എല്ലാവരിലും ചില മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം ചെറുപ്പക്കാർ ഇത്രയും കാലം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് കുറെ രാഷ്ട്രീയമായിട്ട് കിടക്കുന്ന കുറെ വല്യപ്പന്മാരുണ്ട്, കുറെ കടുംപിട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അവർ മനസ്സിലാക്കിയ കാര്യം ഇതാ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ വയസ്സൻ ക്ലബ്ബുകളെ കൊണ്ട്, ഈ 70-80 വയസ്സായവന്മാരെ കൊണ്ട് യാതൊരു കാര്യമില്ല, രാജ്യത്തിന് യാതൊരു പ്രയോജനവും ഇല്ല. ഇവരുടെ ലൈഫ് ആസ്വദിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് വേണ്ടി ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്നും ചെയ്യുന്നില്ല. അവർ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇവരല്ല നമ്മളെ ഭരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ജനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്.